വെൽക്കം ബാക്ക് ടു ആൽബർട്ട് ക്യാമ്പസ്. ഐ എം യുവർ ഹിസ്റ്ററി ഫാക്കൽറ്റി ഷെഹ്ന ഷെറീൻ. സോ നമ്മൾ ഇന്ന് MS യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ഫസ്റ്റ് സെമ്മിലെ പുതിയൊരു പേപ്പർ തുടങ്ങാണ് കേട്ടോ. ആ പേപ്പറിൻ്റെ പേരാണ് സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്ന പേപ്പർ. അതായത് തമിഴ്നാടിൻ്റെ ഏൻഷ്യൻ്റ് കാലഘട്ടം മുതലുള്ള ഒരു സോഷ്യോ കൾച്ചറൽ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് എന്താണ്? ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. അതായത് ഏൻഷ്യൻ തമിഴകം എങ്ങനെയായിരുന്നു, അതിൻ്റെ സോഴ്സസുകൾ എന്തെല്ലാമാണ്, എന്താണ് ഭക്തി മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലൂടെ നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സോഴ്സസ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് തമിഴ്നാട് ആണ് കേട്ടോ. അതായത് തമിഴ്നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചരിത്രം പഠിക്കുവാനായിട്ട്, അതല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചരിത്രത്തെ പുനർനിർമ്മിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഴ്സസുകൾ ഏതൊക്കെയാണ് എന്നതിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് തമിഴ്നാടിൻ്റെ ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ നമുക്ക് 4 ആക്കി ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ലിറ്റററി സോഴ്സസ് എന്നുള്ളതാണ്, രണ്ടാമത്തേത് ആർക്കിയോളജിക്കൽ സോഴ്സസ്, മൂന്നാമത്തേത് ഇൻസ്ക്രിപ്ഷണൽ സോഴ്സസ്, നാലാമത്തേത് ഫോറിൻ അക്കൗണ്ട്സുകൾ. ഇവിടെ നമ്മൾ ലിറ്റററി സോഴ്സസുകൾ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഫോറിൻ അക്കൗണ്ട്സുകളും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ലിറ്റററി സോഴ്സസുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് ഏതിലൂടെയൊക്കെയാണ്? സംഘം ലിറ്ററേച്ചറുകളിലൂടെയാണ് നമുക്ക് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ടുള്ള സോഴ്സസുകൾ ലഭ്യമായിട്ടുള്ളത്. ഇപ്പം ഏൻഷ്യൻ സംഘം ലിറ്ററേച്ചറുകളായിട്ടുള്ള എട്ടുത്തൊകை, പത്തുപാട്ട്, 17 കണക്ക്, തൊൽക്കാപ്പിയം, മണിമേഖല, സിലപ്പതികാരം പോലെയുള്ള ഈ ഏൻഷ്യൻ സംഘം ലിറ്ററേച്ചറുകളിലൂടെ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് BC 300 മുതൽ AD 300 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ തമിഴ് ജനതയുടെ സൊസൈറ്റിയെ കുറിച്ചിട്ടും സംസ്കാരങ്ങളെ കുറിച്ചിട്ടും എക്കണോമിയെ കുറിച്ചിട്ടും പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും ട്രേഡിനെ കുറിച്ചിട്ടും എല്ലാം തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ സംഘം ലിറ്ററേച്ചറുകൾ എന്ന് പറയുമ്പം ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് ഏതൊക്കെയാണ്? അകനാനൂറ്, പുറനാനൂറ്, എട്ടുത്തൊകை, പത്തുപാട്ട്, 17 കണക്ക്, സിലപ്പതികാരം, മണിമേഖല, തൊൽക്കാപ്പിയം പോലെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എട്ടുത്തൊകை, പത്തുപാട്ട്, 17 കണക്ക് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അകനാനൂറ് എന്നും പുറനാനൂറ് എന്നിങ്ങനെ നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു വിഭാഗത്തിൽ പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കലി വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു വിഭാഗത്തിൽ പറയുന്നത് ലവ് അല്ലെങ്കിൽ ഹാർമണി പോലെയുള്ള സാധാരണ മനുഷ്യർക്കിടയിലുള്ള കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അപ്പം അകനാനൂറ്, പുറനാനൂറ്, സിലപ്പതികാരം, മണിമേഖല പോലെയുള്ള സംഘം ലിറ്ററേച്ചറുകളും കൂടാതെ തമിഴ് എപ്പിക്സ് ആൻഡ് റിലീജിയസ് ടെക്സ്റ്റുകളായിട്ടുള്ള തിരുക്കുറൾ, അതുപോലെ തന്നെ തൊൽക്കാപ്പിയം പോലെയുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളും ലിറ്റററി റിലീജിയസ് ടെക്സ്റ്റുകളും ഒക്കെ നമുക്ക് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന സോഴ്സസുകൾ ആണ്. ഇനി നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിലൂടെ ലഭിക്കുന്ന മെറ്റീരിയൽ റിമൈൻസിലൂടെയാണ് നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ആദിച്ചനെല്ലൂർ, കീഴടി, കോർഗെ, അരീക്കമേട്, മയിലാടുംപാറ പോലെയുള്ള തമിഴ്നാടിൻ്റെ ഏൻഷ്യൻ ആർക്കിയോളജിക്കൽ സൈറ്റുകളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്കവേഷൻസ് നിന്ന് ലഭ്യമായിട്ടുള്ള മെറ്റീരിയൽ റിമൈൻസുകളുടെ കാലഗണന നിർണയത്തിലൂടെ ആ ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഏകദേശം ഏത് കാലത്തായിരിക്കാം ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടാവുക, എന്തായിരുന്നു അവിടുത്തെ ഒരു എക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, എങ്ങനെയായിരിക്കും അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആരൊക്കെയായിരിക്കും അവിടെ ഭരിച്ചിട്ടുണ്ടാവുക, ആരെല്ലാം ആയിരിക്കും അവിടെ ട്രേഡിന് വന്നിട്ടുണ്ടാവുക, എന്തെല്ലാം വസ്തുക്കളാണ് പരസ്പരം കൈമാറിയിട്ടുണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സോഴ്സാണ് ഏത്? ആർക്കിയോളജിക്കൽ സോഴ്സസുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏൻഷ്യന്റ് തമിഴകം പറയുന്ന സമയത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെഗാലിത്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
ഈ മെഗാലിത്സുകൾ എന്താണ്? ഏൻഷ്യൻ ബറിയൽസുകളാണ് മെഗാലിത്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് മെഗാലിത്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബറിയൽ കൾച്ചറിനെ നമ്മൾ മെഗാലിത്തിക് കൾച്ചർ അല്ലെങ്കിൽ മെഗാലിത്തിക് സംസ്കാരം എന്നും പറയുന്നുണ്ട്. അതായത് കുടക്കല്ല്, തൊപ്പിക്കല്ല്, വീരക്കല്ല്, പുലച്ചിക്കല്ല്, മുനിയറ, സിസ്റ്റ് പോലെയുള്ള പല ടൈപ്പ് ഓഫ് മെഗാലിത്തിക് ബറിയൽസുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള, പ്രധാനമായിട്ടും റിലീജിയസ് ബിലീഫ്സുകൾ അനുസരിച്ചിട്ടുള്ള ബറിയൽ ഫോമുകളാണ് ഏതെന്ന് പറയുന്നത്? ഈ മെഗാലിത്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ മെഗാലിത്സുകളിൽ നിന്നും എന്തെല്ലാം ലഭ്യമാവുന്നുണ്ട്? നമുക്ക് സ്കെലറ്റൻസുകൾ, ബോൺസുകൾ, കൂടാതെ ഇവർക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള, അതായത് ഏത് വ്യക്തിയെയാണോ നമ്മൾ അവിടെ മറവ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് പരലോകത്തിൽ അല്ലെങ്കിൽ ലൈഫ് ആഫ്റ്റർ ഡെത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളൊക്കെ നമുക്ക് ഈ പറയപ്പെടുന്ന മെഗാലിത്സ് ബറിയൽസ് നിന്നും കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ബിലീഫ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നതിനെയാണ് ഈ മെഗാലിത്സ് ബറിയൽസുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊരു സോഴ്സാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം അശോകൻ ഇൻസ്ക്രിപ്ഷൻസിലും ചേരന്മാരുടെ ഇൻസ്ക്രിപ്ഷൻസിലും ചോളന്മാരുടെ ഇൻസ്ക്രിപ്ഷൻസിലും പാണ്ഡ്യ ഇൻസ്ക്രിപ്ഷനിലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലെ പല കാര്യങ്ങളെ കുറിച്ചിട്ട്, ഇപ്പം അത് സോഷ്യൽ ആയിക്കോട്ടെ, അത് കൾച്ചറൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പൊളിറ്റിക്കലി ആയിക്കോട്ടെ, എക്കണോമിക്കലി ആയിക്കോട്ടെ, ഈ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എവിടെ ലഭിക്കുന്നുണ്ട്? ഈ പറയപ്പെടുന്ന ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇപ്പം അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസുകളൊക്കെ എങ്ങനെയാണ്? ഏൻഷ്യൻ തമിഴ് കിങ്ഡംസുകളെ കുറിച്ചിട്ട്, എസ്പെഷ്യലി ചേര ചോള പാണ്ഡ്യന്മാരെ കുറിച്ചിട്ട്, മൂവേന്തന്മാരെ കുറിച്ചിട്ടൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊന്നാണ് നാടുകൾ അല്ലെങ്കിൽ ഹീറോ സ്റ്റോൺസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മെഗാലിത്തിക് ബറിയൽസ് പറയുമ്പോൾ അവിടെ ഈ വീരപുരുഷന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ അവരുടെ ശവക്കല്ലറയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ അവരുടെ ബറിയൽ ടോംബിന് മുകളിൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ സ്ഥാപിക്കുന്ന സ്റ്റോണുകളാണ് ഇവിടെ ഹീറോ സ്റ്റോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഹീറോ സ്റ്റോൺസിന്റെ മുകളിൽ എന്തൊക്കെയാണ്? കൊത്തുപണികൾ ഉണ്ടാകാം, ഇൻസ്ക്രിപ്ഷൻ ലിപികളിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകാം. അപ്പം ഇത് ആരായിരുന്നു എന്നും എന്തായിരുന്നു അവരുടെ സമൂഹത്തിലെ റോളെന്നും അവർ എങ്ങനെയുള്ളവരായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ പറയപ്പെടുന്ന ഹീറോ സ്റ്റോൺസുകളും അതിലുള്ള ഇൻസ്ക്രിപ്ഷൻസുകളും നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് കോയിൻസുകൾ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത മറ്റൊരു സോഴ്സസ് ആണ് കോയിൻസുകൾ എന്ന് പറയുന്നത്. അതായത് ഈ പറയപ്പെടുന്ന ഏൻഷ്യൻ തമിഴകത്തുണ്ടായിരുന്ന എക്കോണമിയെയും ട്രേഡിനെയും ആസ്പദമാക്കിക്കൊണ്ടുള്ളവയാണ് കോയിൻസുകൾ എന്ന് പറയുന്നത്. അതായത് ആ രാജാക്കന്മാർ, അവിടെ ഉണ്ടായിരുന്ന ഓരോ ഡൈനാസ്റ്റീസും അല്ലെങ്കിൽ ഓരോ കിങ്ഡവും ഏതൊക്കെ തരത്തിലുള്ള കോയിൻസുകളാണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗോൾഡ് ആണോ, സിൽവർ ആണോ, കോപ്പർ ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കറൻസികളാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കോയിൻസുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള രാജാക്കന്മാരുടെ പോർട്രേറ്റുകൾ, ഭരണവർഷങ്ങൾ, അല്ലെങ്കിൽ സ്ഥലപ്പേരുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുകൾ ലഭിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. കൂടാതെ ഇവിടെ നമുക്ക് ഏറ്റവും ലഭിച്ചിട്ടുള്ള ഫോറിൻ കോയിൻസ് എന്ന് പറയുന്നത് റോമൻ ഗോൾഡ് കോയിൻസുകളാണ്. അതായത് അതിനർത്ഥം ഈ ഏൻഷ്യൻ തമിഴകത്തിന്, ഇപ്പം കേരളം ഉൾപ്പെടുന്ന ഈ ഒരു ഏൻഷ്യൻ തമിഴകത്തിന് എങ്ങനെയാണ് ഏൻഷ്യൻ റോമുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ദൃഢമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഏൻഷ്യൻ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളാണ് റോമൻ ഗോൾഡ് കോയിൻസുകളും മറ്റ് സാധന സാമഗ്രികളും മറ്റ് മെറ്റീരിയൽ റിമൈൻസുകളും നമുക്ക് ഈ ഏൻഷ്യൻ തമിഴകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചിട്ടുള്ളതിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഫോറിൻ അക്കൗണ്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഏൻഷ്യൻ കാലഘട്ടം മുതൽ ഇന്ത്യയിലേക്ക് പല വിദേശ സഞ്ചാരികളും വന്നിട്ടുണ്ട്, അല്ലെ? അപ്പോൾ ഈ വരുന്ന വിദേശ സഞ്ചാരികളൊക്കെ തന്നെ അവരുടെ യാത്രാ വിവരണങ്ങളിലും അല്ലെങ്കിൽ അവരുടെ വർക്കുകളിലുമൊക്കെ അവർ വന്നു പോയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ വിവരിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഇവിടെ വന്നു പോയിട്ടുള്ള ഏതെങ്കിലും സഞ്ചാരിയുടെ ആ ഒരു ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരാത്ത മറ്റു ചില ആളുകളും നമ്മളുടെ നാടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ട് വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം
അത്തരത്തിലുള്ള വർക്കുകളെയാണ് നമ്മളിവിടെ ഫോറിൻ അക്കൗണ്ട്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഗ്രീക്ക് ആൻഡ് റോമൻ സോഴ്സസുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. അത് പ്ലിനി, അതുപോലെ തന്നെ ടോളമി, മെഗസ്തനീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ എന്ന് പറയുന്ന ആ ഒരു അജ്ഞാതനായിട്ടുള്ള എഴുത്തുകാരൻ്റെ വർക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഏൻഷ്യൻ തമിഴകം കാലഘട്ടത്തിലെ ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയെ കുറിച്ചിട്ടും എക്കോണമിയെ കുറിച്ചിട്ടും പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടും റിലീജിയസ് ബിലീഫ്സുകളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾക്ക് വിവരങ്ങൾ നൽകുന്ന, ഡാറ്റകൾ നൽകുന്ന സോഴ്സസുകൾ ആണ്. കൂടാതെ ചൈനീസ് ആൻഡ് അറബ് ട്രാവലേഴ്സിൻ്റെ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റുകൾ എന്ന് പറയുന്നതും നമ്മൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ അവർ ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് കാലയളവിൽ ഏത് പ്രദേശത്തേക്കാണോ അവർ വന്നത് ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ കുറിച്ചും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് ഈ പറയപ്പെടുന്ന ആളുകളുടെ ടെക്സ്റ്റുകളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ഓഫ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയാവുന്നവ എന്തൊക്കെയാണ്? ലിറ്റററി സോഴ്സസുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം ഏതാണ്? നമ്മളുടെ സംഘം ലിറ്ററേച്ചറുകളാണ്. മറ്റൊന്നാണ് ആർക്കിയോളജിക്കൽ സോഴ്സസുകൾ. അതിൻ്റെ അകത്ത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ത്രൂ നമുക്ക് ലഭിച്ചിട്ടുള്ള മെറ്റീരിയൽ റിമൈൻസസുകളാണ്. മറ്റൊന്നാണ് ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ മറ്റൊന്നാണ് ഫോറിൻ അക്കൗണ്ട്സുകൾ. അത് ചൈനീസ്, അറബ് ആൻഡ് ഗ്രീക്കോ റോമൻ ട്രാവലേഴ്സിൻ്റെ അക്കൗണ്ട്സുകളും നമ്മൾക്ക് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ട് വിവരങ്ങൾ നൽകുന്ന സോഴ്സസുകൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഏൻഷ്യൻ തമിഴ് സിവിലൈസേഷൻസ് എന്താണ്, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 3 തമിഴ് കിങ്ഡംസുകളാണ് നിലവിലുണ്ടായിരുന്നത്. ചേര, ചോള, പാണ്ഡ്യന്മാർ അഥവാ മൂവേന്തർമാർ എന്നറിയപ്പെട്ടിരുന്ന 3 കിങ്ഡംസുകളാണ് ഏൻഷ്യൻ തമിഴകം ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഇവിടെ ഒരു ചീഫ്ഡംസുകളായിട്ടാണ് നിലവിലുണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും പിന്നീട് ഈ ചീഫ്റ്റൈൻസുകൾ മാറി മാറി വന്ന് അല്ലെങ്കിൽ അവർ പരസ്പരം കലഹിച്ചും മറ്റും നടന്ന് അവസാനം ഏറ്റവും പ്രബലമായ ശക്തികളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഈ ചേരന്മാരും ചോളന്മാരും അതുപോലെ തന്നെ പാണ്ഡ്യന്മാരും ആയിരുന്നു. അപ്പം ഈ ചേര, ചോള, പാണ്ഡ്യന്മാരെയാണ് നമ്മൾ മൂവേന്തർമാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഈ ചേര, ചോള, പാണ്ഡ്യന്മാരുടെ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇൻസ്ക്രിപ്ഷൻസുകളിൽ നിന്നും ആർക്കിയോളജിക്കൽ മെറ്റീരിയൽ റിമാൻസസുകളിൽ നിന്നും സംഘം ലിറ്ററേച്ചറുകളിൽ നിന്നും ഫോറിൻ അക്കൗണ്ട്സുകളിൽ നിന്നും ഇൻസ്ക്രിപ്ഷൻസുകളിൽ നിന്നും കോയിൻസുകളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭ്യമാണ്. മറ്റൊന്ന് സംഘം ഏജ് എന്ന് പറയുമ്പോൾ സംഘ കാലഘട്ടം എന്ന് പറയുന്നത് BCE 300-നും AD 300-നും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ സംഘം കാലഘട്ടം എന്ന് വിളിക്കുന്നത്. അതായത് ഈ സംഘം കാലഘട്ടത്തിലാണ് തമിഴ് കൾച്ചറും തമിഴ് ലിറ്ററേച്ചറും വലിയ രീതിയിൽ ഫ്ലറിഷ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു സംഘം കാലഘട്ടത്തിൽ ആണ്. മറ്റൊന്നാണ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് രാജാക്കന്മാരും ചീഫ്റ്റൈൻസുകളും ലോക്കൽ അസംബ്ലീസുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന സംഘം കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഓരോരോ കിങ്ഡം, മൂവേന്തന്മാരായിക്കോട്ടെ മറ്റ് ചെറിയ റീജിയണൽ പവേഴ്സുകളായിക്കോട്ടെ, ഇവർക്കിടയിലെല്ലാം തന്നെ എന്തുണ്ടാകും? ഓരോ സോഷ്യൽ ഹൈറാർക്കി ഉണ്ടാകുന്നു. കിങ് ഉണ്ടാകും, ചീഫ്റ്റൈൻസുകൾ ഉണ്ടാകും, ഏറ്റവും താഴെ ലോക്കൽ അസംബ്ലീസുകൾ ഉണ്ടാകും. ഇതിലൊക്കെ ഭരണം നടത്താനായിട്ട് എന്തുണ്ടാകും? ഓരോ ഒഫീഷ്യൽസുകൾ ഉണ്ടാകും. അപ്പം അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ഈ ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു. മറ്റൊന്നാണ് ഇവിടുത്തെ ട്രേഡ് ആൻഡ് എക്കോണമി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇൻലാൻഡ് ട്രേഡുകളും ഓവർസീസ് ട്രേഡുകളും എവിടെ ഉണ്ടായിരുന്നു? ഈ ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഏൻഷ്യൻ തമിഴകത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇൻലാൻഡ് ട്രേഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഓരോരോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള, അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഓരോരോ നാട്ടുരാജ്യങ്ങൾക്കിടയിലുള്ള ഇൻലാൻഡ് ട്രേഡുകൾ ഉണ്ടായിരുന്നു. കൂടാതെ റോം പോലെയുള്ള അല്ലെങ്കിൽ അറബ്സ് പോലെയുള്ള ചൈനീസ് പോലെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഓവർസീസ് അല്ലെങ്കിൽ മാരിടൈം ട്രേഡുകളും എവിടെ ഉണ്ടായിരുന്നു? ഈ ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ റോമുമായിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടും ഒക്കെയുള്ള ഇൻലാൻഡ് ആൻഡ് ഓവർസീസ് ട്രേഡുകൾ എവിടെ ഉണ്ടായിരുന്നു? ഈ ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് സംഘം ലിറ്ററേച്ചറുകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഘം ലിറ്ററേച്ചറുകളാണ് ഏത്?
എട്ടുതൊകை, പത്തുപാട്ട്, 17 കീഴ്ക്കണക്ക്, അതുപോലെ തന്നെ അകനാനൂറ്, പുറനാനൂറ്, കുറുന്തൊകை, ഐങ്കുറുനൂറ് പോലെയുള്ള വർത്തികൾ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പ്യം എന്നറിയപ്പെടുന്നത്. അതായത് ഏൻഷ്യൻ തമിഴ് ഗ്രാമർ ആൻഡ് പോയറ്റിക് ആണ് തോൽക്കാപ്പ്യം എന്നറിയപ്പെടുന്ന സംഘം ലിറ്ററേച്ചർ. അതുപോലെ തന്നെ സംഘം ലിറ്ററേച്ചറിൽ വരുന്ന എപ്പിക് ആണ് ശിലപ്പതികാരം, അതുപോലെ തന്നെ മണിമേഖല എന്ന് പറയുന്ന 2 വർക്കുകളും. വളരെ ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള 2 എപ്പിക്സുകളാണ് ശിലപ്പതികാരം, അതുപോലെ തന്നെ മണിമേഖല. ഇപ്പൊ നമ്മള് മഹാഭാരതം അതുപോലെ തന്നെ രാമായണം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഏൻഷ്യൻ തമിഴകത്തിൽ അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചറിനകത്ത് വരുന്ന 2 എപ്പിക്സുകളാണ് ശിലപ്പതികാരം, അതുപോലെ തന്നെ മണിമേഖല എന്ന് പറയുന്ന 2 എപ്പിക്സുകൾ. ഇനി ഈ സംഘം ലിറ്ററേച്ചറിന്റെ തീമുകൾ നമുക്ക് 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അകം എന്നും പുറം എന്നും. അതായത് അകം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ലവ് പോലെയുള്ള ഒരു കാര്യമാണ് വരുന്നത്, തീമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ലവ് ആണ് അവിടെ തീമായിട്ട് വരുന്നത്. അതേസമയം പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധങ്ങളും ഹീറോയിസവും ഒക്കെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി വാർഫെയർ ഒക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് ഇവിടെ പുറം എന്ന് പറയുന്ന ഈ ഒരു തീമിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സംഘം ലിറ്ററേച്ചറുകൾ പൊതുവെ നമുക്ക് 2 തീമുകളാക്കി ഡിവൈഡ് ചെയ്യാം, അകം എന്നും പുറം എന്നും. അകത്താണെന്നെങ്കിൽ ലവ് ആണ് പ്രധാനപ്പെട്ട തീം. ഇനി അതേസമയം പുറമാണെങ്കിലും അവിടെ വാറുകളും അതുപോലെ തന്നെ ഹീറോയിസവുമാണ് പ്രധാനപ്പെട്ട തീമുകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് തിണൈ സിസ്റ്റം എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ തിണൈ സിസ്റ്റത്തെ ഐന്തിണൈ എന്നാണ് തമിഴിൽ അറിയപ്പെടുന്നത്. ഐന്തിണൈ അഥവാ 5 തിണൈകൾ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏൻഷ്യൻ തമിഴകത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ സ്ട്രക്ചർ നമ്മൾ 5 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈ 5 ഓരോ പ്രദേശത്തെയും ഓരോ തിണകൾ എന്നറിയപ്പെടുന്നു. അപ്പം അങ്ങനെയാണ് ഇതിന് ഐന്തിണൈ അഥവാ 5 തിണകൾ അതല്ലെങ്കിൽ തിണൈ സിസ്റ്റം, തിണൈ കോൺസെപ്റ്റ് എന്നുള്ള പേരുകൾ വരുന്നത്. അപ്പം എക്കോളജിക്കലി ആൻഡ് കൾച്ചറലി നമുക്ക് ഈ ഏൻഷ്യൻ തമിഴകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കാര്യങ്ങളാണ് തിണൈ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സംഘം കാലഘട്ടത്തിലെ ലാൻഡ്സ്കേപ്പിനെ നമ്മൾ എങ്ങനെ തരംതിരിക്കുന്നു? 5 ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിങ്ങനെ 5 ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഘം കാലഘട്ടത്തിലെ ലാൻഡ്സ്കേപ്പിന് അല്ലെങ്കിൽ ലാൻഡ് ഏരിയയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ കുറിഞ്ചി എന്ന് പറയുന്നത് മൗണ്ടെയിൻസ് റീജിയൻ ആണ് കേട്ടോ. അതായത് ലവ് പോലെയുള്ള കാര്യങ്ങളൊക്കെയുമായിട്ട് അതല്ലെങ്കിൽ ഒരു ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് ഒക്കെയുള്ള അത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്ന ആളുകളാണ് ഇവിടെ കുറിഞ്ചി എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തിണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. പ്രധാനമായിട്ടും മുരുകനാണ് ഇവരുടെ ദൈവമായിട്ട് ഇവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് മുല്ലൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഫോറസ്റ്റ് അല്ലെങ്കിൽ ഹിൽ ഏരിയകളാണ് ഇതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത് ഏതായിരുന്നു? പാസ്റ്ററലിസം ആയിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. കൂടാതെ വിഷ്ണു ആയിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെയിറ്റി അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് പാലൈ അഥവാ ഡെസേർട്ട് ഏരിയയാണ്. അതായത് ഒരു ഹാർഡ്ഷിപ്പ് ആൻഡ് വാറുകളുള്ള ആളുകളാണ് പാലൈ എന്നറിയപ്പെടുന്നത്. ഈ പാലൈ എന്ന് പറയുമ്പം അതൊരു ഡെസേർട്ട് ഏരിയ അല്ലെങ്കിൽ ഒരു എറൈഡ് റീജിയൻ ആണ് അല്ലെങ്കിൽ വരണ്ട പ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് കൃഷിയോ ഒന്നും തന്നെ സാധ്യമായിരുന്നില്ല. ഈ പാലൈ റീജിയൻ വഴി സഞ്ചരിക്കുന്ന ആളുകളെ കവർച്ച ചെയ്തും മറ്റുമാണ് പ്രധാനമായിട്ടും ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊർവൈ എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് ഇവരിവിടെ ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. നാലാമത്തേതാണ് മരുതം എന്ന് പറയുന്നത്. മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ റീജിയൻസുകളാണ്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണുള്ള പ്രദേശം കൂടിയാണ് മരുതം എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കാർഷിക വൃത്തി തന്നെ ആയിരുന്നു. ഇന്ദ്ര എന്ന് പറയുന്ന ദൈവത്തെയാണ് ഈ മരുതം റീജിയനിലെ അല്ലെങ്കിൽ മരുതം തിണയിലെ ജനങ്ങൾ ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏറ്റവും 5ാമത്തേതാണ് ഇവിടെ നെയ്തൽ അഥവാ തീരപ്രദേശം, സീ ഷോർ എന്നറിയപ്പെടുന്ന തിണൈ. ഓക്കെ, അപ്പോൾ ഈ ഒരു തീരപ്രദേശം ആയതുകൊണ്ട് തന്നെ ഫിഷിങ്ങും സോൾട്ട് മേക്കിങ്ങും ഒക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മാർഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ ദൈവമാണ് വരുണ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ 5 ലാൻഡ്സ്കേപ്പ് ഡിവിഷനാണ് നമുക്ക് ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു?
കുറിഞ്ഞി, മുല്ലൈ, പാലം, പാലൈ, മരുതം, അതുപോലെ തന്നെ നെയ്തൽ. ഇങ്ങനെ 5 കുറിഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടൻ റീജിയൻ ആയിരുന്നു. അതുപോലെ തന്നെ മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഹിൽ ഏരിയകളായിരുന്നു. പാല എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് ഒരു അറൈഡ് റീജിയൻ ആണ്. അതുപോലെ തന്നെ മരുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻസ് റീജിയനുകളാണ്. ദെൻ ലാസ്റ്റ് വൺ ഏതായിരുന്നു? നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഷോറുകൾ അല്ലെങ്കിൽ എന്തായിരുന്നു? കോസ്റ്റൽ റീജിയൻ ആണ് നെയ്തൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് ഓഫ് തിണൈ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഓരോ തിണയ്ക്കും എങ്ങനെയാണ് ഓരോ ചീഫ്റ്റൈൻസുകൾ ഉണ്ടായിരുന്നു, ഓരോ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ഈ ഭരണാധികാരികളാണ് ഇവിടുത്തെ ഭരണം നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏൻഷ്യൻ തമിഴകത്തിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിലേക്ക് വരാം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സൊസൈറ്റി എങ്ങനെയാണ്? ഒരു 4 ഫോൾഡ് ഡിവിഷൻ ആണ് ഇവിടുത്തെ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത്. അതായത് അരസർ, അതുപോലെ തന്നെ അന്തനാർ, വണികർ, വെള്ളാളർ തുടങ്ങിയിട്ടുള്ള ഒരു 4 ഫോൾഡ് സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അരസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂളേഴ്സുകളാണ്. ദെൻ അന്തനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസ്റ്റുകളാണ്. വണികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡേഴ്സുകളാണ്. വെള്ളാളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമേഴ്സുകൾ ആണ്. ഇപ്പൊ നമ്മൾ ഓരോരോ കിങ്ഡം പറയുമ്പോഴും അവിടെ എന്തുണ്ടാകും? ഓരോ സോഷ്യൽ ഹൈറാർക്കി, ഒരു സാമൂഹിക ശ്രേണി ഉണ്ടാകും അല്ലെ? ഈ സാമൂഹിക ശ്രേണിയിൽ തമിഴകത്തെ ഏറ്റവും ഉയർന്നതിൽ ഉണ്ടായിരുന്ന ആളാരായിരുന്നു? അരസർ അഥവാ റൂളേഴ്സുകൾ ആയിരുന്നു. രണ്ടാമത്തേത് പ്രീസ്റ്റുകളായിരുന്ന അന്തനാറുകളും, മൂന്നാമത്തേത് ട്രേഡേഴ്സുകളായിരുന്ന വണികരും, നാലാമത്തേത് ഫാർമേഴ്സുകളായിരുന്ന വെള്ളാളരും ആയിരുന്നു. ദെൻ കൂടാതെ ഇവിടെ സ്ത്രീകൾക്ക് ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻസുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഔവ്വയ്യാരെ പോലെയുള്ള സംഘം കവികളൊക്കെ, കവിയത്രികളൊക്കെ. ഇപ്പം ഇവിടെ ഔവ്വയ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട സംഘം കവിയത്രിയായിരുന്നു. കണ്ണകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിലപ്പതികാരത്തിലെ ഹീറോയിനാണ് കണ്ണകി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഒരു റെസ്പെക്റ്റഡ് പൊസിഷൻസ് കൊടുത്തിരുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ റെസ്പെക്റ്റ് കൊടുത്തിരുന്ന, സ്ത്രീകൾക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ സംഘം കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. ദെൻ നമ്മൾ ഇവിടുത്തെ എക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് അഗ്രികൾച്ചറും ട്രേഡും അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് മെറ്റൽ വർക്കുകളുമായിരുന്നു ഇവിടുത്തെ എക്കോണമിയുടെ ബേസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഗ്രികൾച്ചർ തന്നെയായിരുന്നു. റൈസ് അല്ലെങ്കിൽ അരിയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഈ സംഘം കാലഘട്ടത്തിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത് ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തേത് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് മെറ്റൽ വർക്കുകളായിരുന്നു. പല തരത്തിലുമുള്ള ഹാൻഡിക്രാഫ്റ്റുകളും അതുപോലെ തന്നെ മെറ്റൽ വർക്കുകളും അല്ലെങ്കിൽ മെറ്റലർജിയും ഈ സംഘം കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് സംഘം കാലഘട്ടത്തിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സംഘം കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഏൻഷ്യൻ തമിഴകത്തിലെ റോമൻ ട്രേഡ് കോണ്ടാക്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടുമാണ് കേട്ടോ. ഇവിടെ ഈ റോമൻ ട്രേഡ് ഏൻഷ്യൻ കാലഘട്ടത്തിലാണ് ഇവിടെ ഉള്ളത് ആരംഭിക്കുന്നത് അല്ലെ. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് മാരിടൈം ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ധാരാളം പോർട്സുകള്, തുറമുഖങ്ങള് ഈ സംഘം കാലഘട്ടത്തിൽ ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം അരീക്കമേട്, കോർക്കൈ, പുഹാറ് പോലെയുള്ള പല പ്രധാനപ്പെട്ട മേജർ പോർട്സുകളും ഉണ്ടായിരുന്നു. ഇന്ന് ചിലതൊക്കെ അപ്രത്യക്ഷമാണ്, എന്നാൽ ഇന്ന് ചിലതും നിലവിലുണ്ട്. അതിന് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് നമ്മുടെ കേരള ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന മുസിരിസ് പോലെയുള്ള, മുസിരിസ്, നെൽക്കിണ്ട പോലെയുള്ള തുറമുഖ നഗരങ്ങളൊക്കെ തന്നെ നമ്മളുടെ ഏൻഷ്യന്റ് ട്രോമുമായിട്ടുള്ള വാണിജ്യത്തെയും വ്യാപാര ബന്ധത്തെയും പരസ്പരം ലിങ്ക് ചെയ്യുന്ന തുറമുഖ നഗരങ്ങൾ കൂടിയാണ്. ഇനി ഇവിടുത്തെ എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് സ്പൈസസ്, പേൾസ്, ടെക്സ്റ്റൈൽസുകൾ, ജെംസുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആയിരുന്നു. അപ്പം റോമിലേക്ക് കച്ചവടം നടത്തുന്നു. അപ്പോൾ റോമിലേക്ക് ഏൻഷ്യൻ തമിഴകത്തു നിന്നും പ്രധാനമായിട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? സ്പൈസസ് ഉണ്ട്, പേൾസുകളുണ്ട്, ടെക്സ്റ്റൈൽസുകളുണ്ട്, ജെംസുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിരുന്ന ഗുഡ്സുകൾ എന്തൊക്കെയാണ്? ഗോൾഡ് കോയിൻസ്, വൈന്, ഗ്ലാസ് വെയേഴ്സുകൾ, റോമൻ പോട്രീസുകളൊക്കെ റോമിൽ നിന്നും ഈ ഏൻഷ്യൻ തമിഴകത്തിലേക്ക് ഇറക്കുമതിയും ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്താകാം? ഈ റോമുമായിട്ടുള്ള ട്രേഡുമായി ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഗ്രോത്ത് ഓഫ് അർബൻ സെന്റേഴ്സ് എന്നുള്ളതാണ്. ഈ തുറമുഖ നഗരങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അർബൻ സെന്റേഴ്സുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കൂടാതെ മധുര പോലെയുള്ള നഗരങ്ങളൊക്കെ തന്നെ വലിയ പട്ടണങ്ങളായിട്ടൊക്കെ മാറുന്നത് എങ്ങനെയാണ്? ഈ ഒരു റോമുമായിട്ടുള്ള ട്രേഡിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ. കൂടാതെ കൾച്ചറൽ എക്സ്ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഏൻഷ്യൻ തമിഴകത്തിലെ കൾച്ചർ റോമിലേക്കും റോമൻ കൾച്ചർ നമ്മൾ ഇവിടെയും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഇൻഫ്ലക്സ് ഓഫ് റോമൻ ഗോൾഡ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, റോമൻ ഗോൾഡ് കോയിൻസുകൾ വലിയ രീതിയിൽ നമുക്ക് ഏൻഷ്യൻ തമിഴകത്തിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇൻഫ്ലക്സ് ഓഫ് റോമൻ ഗോൾഡ് നമ്മളുടെ നാട്ടിലുണ്ടാകുന്നതിനും ഈ റോമുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ഏൻഷ്യൻ തമിഴകത്തെ സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഈ സംഘം കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ തമിഴകത്തിലെ റിലീജിയസ് ലൈഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും ആനിമിസവും അതുപോലെ തന്നെ നേച്ചർ വർഷിപ്പുമായിരുന്നു ഈ ഏൻഷ്യൻ തമിഴകത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന റിലീജിയസ് ബിലീഫ്സ് എന്ന് പറഞ്ഞിട്ടോ. അതായത് ഹിന്ദു റിലീജിയൻ ആയിരുന്നു, എന്നിരുന്നാൽ പോലും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആനിമിസവും അതുപോലെ തന്നെ നേച്ചർ വർഷിപ്പും ആയിരുന്നു. കൂടാതെ മുരുകൻ വർഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറിഞ്ചി തിണയിലെ പ്രധാനപ്പെട്ട ദൈവമായിരുന്നു മുരുകൻ എന്ന് പറഞ്ഞ ദൈവം. അപ്പം ഈ മുരുകൻ തന്നെയായിരുന്നു ഒരു പക്ഷേ ഈ സംഘം കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവമായിട്ട് നിലവിൽ ഉണ്ടായിരുന്നത്. ദെൻ മറ്റൊന്നാണ് കൊറവൈ വർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് വാർ ഗോഡസ് പാലേ തിണയിലെ ദൈവമായിരുന്നു കൊറവ എന്ന് പറയുന്ന ദൈവം. വാർ ഓഫ് ഗോഡസ് എന്നും ഇവർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ് ജൈനിസം ആൻഡ് ബുദ്ധിസത്തിന്റെ ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള ജൈനിസവും ബുദ്ധിസവും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ദക്ഷിണേന്ത്യയിലേക്കും പ്രത്യേകിച്ച് ഏൻഷ്യൻ തമിഴകത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളും ഏൻഷ്യൻ തമിഴകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദെൻ ഇവിടെ മുരുകൻ എന്ന് പറഞ്ഞ ദൈവത്തെ നമ്മൾ ഗോഡ് ഓഫ് വാർ ആയിട്ടും യൂത്തായിട്ടും ലവായിട്ടും ഒക്കെ നമ്മൾ ചിത്രീകരിക്കുന്നുണ്ട്. അതായത് കാർത്തികേയ എന്ന് പറയുന്ന ആ ഒരു ദൈവവുമായിട്ട് സിമിലർ ആയിക്കൊണ്ടാണ് മുരുകൻ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത്. ദെൻ കൊറവ എന്ന് പറയുന്ന ഗോഡസ് എങ്ങനെയാണ്? വാർ ഓഫ് ഗോഡസ് ആയിരുന്നു, മദർ ഓഫ് വിക്ടറിയുമായിരുന്നു കൊറവ എന്ന് പറയുന്ന ദേവത. ഓക്കെ. ദെൻ മറ്റൊന്നാണ് നാട്ടുകൾ അഥവാ ഹീറോ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മെഗാലിത്സ് പറയുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട മെഗാലിത്തിക് ഫോം ആണ് ഏത്? നാടുകൾ അഥവാ ഹീറോ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു മെമ്മോറിയൽ സ്റ്റോൺസ് ആണ് കേട്ടോ. അതായത് മരിച്ചുപോയ വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മോറിയൽ സ്റ്റോണുകളാണ് ഇവിടെ നാടുകൾ അല്ലെങ്കിൽ ഹീറോ സ്റ്റോൺസ് എന്നറിയപ്പെടുന്നത്. കൂടാതെ ഈ ഓരോ ഹീറോ സ്റ്റോൺസിലും എന്തുണ്ടാകും? ഇൻസ്ക്രിപ്ഷൻസുകൾ ഉണ്ടാകും. അതായത് അവരുടെ ബ്രേവറിയെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബ്രേവറിയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വിവരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസുകളും നമുക്ക് ഈ ഓരോ ഹീറോ സ്റ്റോൺസിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷണൽ സോഴ്സസ് ഓഫ് ഏൻഷ്യൻ തമിഴകമായിട്ട് നമ്മൾ ഹീറോ സ്റ്റോൺസിനെയും കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് ഏൻഷ്യൻ തമിഴകത്തെ കുറിച്ചിട്ട് പറയുവാനായിട്ടുള്ളത്. താങ്ക് യു.